Hi all, welcome to our next class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെൻറ്റിൻ്റെ മെഷർമെൻറ്റും അതേപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡുകളും അല്ലെങ്കിൽ ടെക്നിക്സുകളുമാണ്. സോ മെഷറിങ് എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഹെഡിൽ മീൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ മൂവ്മെൻറ്റ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്, എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് മൂവ് ചെയ്യുന്നത് ഒന്നുകിൽ അപ്രീസിയേഷൻ ആവാം, അല്ലെങ്കിൽ റീവാലുവേഷൻ ആവാം, ഓർ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡിവാലുവേഷൻ. അപ്പം എങ്ങനെയാണ് ആ ഒരു റേറ്റ്, അതായത് ഒരു എക്സ്ചേഞ്ച് റേറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് സ്പോട്ട് റേറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കറണ്ട് സ്പോട്ട് റേറ്റ്, അതായത് അറ്റ് പ്രസൻറ്റ് എത്രയാണ് അതിൻ്റെ സ്പോട്ട് റേറ്റ് എന്നുള്ളതും, അതേപോലെ തന്നെ പ്രീവിയസ് ഡേറ്റിനകത്തുള്ള സ്പോട്ട് റേറ്റ് അല്ലെങ്കിൽ സ്പോട്ട് റേറ്റ് അറ്റ് ദി ഏർലിയർ ഡേറ്റ് എന്ന് പറയാം. സോ ഈ രണ്ട് റേറ്റുകൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റിൽ അപ്രീസിയേഷൻ ആണോ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ആണോ എന്നുള്ളത് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് സ്പോട്ട് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി സ്പോട്ട് റേറ്റ് അറ്റ് ദി മോർ റീസെൻറ്റ് ഡേറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ E1. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് E1 വെച്ചിട്ടാണ്. സോ ദി സ്പോട്ട് റേറ്റ് അറ്റ് ദി ഏർലിയർ ഡേറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ E0. അതായത് പ്രീവിയസ് ഡേറ്റിനെ നമ്മൾ E0 വെച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി വാല്യൂ ഓഫ് കറൻസി ഈസ് കമ്പ്യൂട്ടഡ് ഈസ് ഈക്വൽ ടു E1 മൈനസ് E0 ഡിവൈഡഡ് ബൈ E0. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട്, കറൻസി വാല്യൂവിലെ പെർസെൻറ്റേജ് ചേഞ്ച് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് E1 മൈനസ് E0 ഡിവൈഡഡ് ബൈ E0 ആണ്. അപ്പോൾ അതിൽ E1 എന്ന് പറയുന്നത് എന്താണ്? സ്പോട്ട് റേറ്റ് ആണ്, കറണ്ട് സ്പോട്ട് റേറ്റ് ആണ്. E0 എന്ന് പറയുന്നത് പ്രീവിയസ് ഡേറ്റിലുള്ള സ്പോട്ട് റേറ്റ് അല്ലെങ്കിൽ സ്പോട്ട് റേറ്റ് അറ്റ് ദി ഏർലിയർ ഡേറ്റ്. സോ E1 മൈനസ് E0 ഡിവൈഡഡ് ബൈ E0. അപ്പോൾ ഇതിലൊരു പോസിറ്റീവ് ചേഞ്ച് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കറൻസിയുടെ അപ്രീസിയേഷൻ ആണ് കാണിക്കുന്നത്. ദെൻ നെഗറ്റീവ് ആണ് നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ആ വാല്യൂ ഡിപ്രീസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ ഒന്ന് ശ്രദ്ധിക്കാം. സോ ദി ക്വസ്റ്റ്യൻ ഇതാണ്: ദി ഫോളോയിങ് ഡാറ്റ ഈസ് അപ്ലൈഡ് ടു യു. പ്രീവിയസ് പൗണ്ട് വാല്യൂ 1 pound ഈസ് ഈക്വൽ ടു $1.50. Then current pound value 1 pound is equal to $1.56. Calculate the amount of pound appreciation or depreciation. അപ്പോൾ ഇവിടെ നമുക്ക് പൗണ്ടും അതേപോലെ തന്നെ ഡോളറുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പൗണ്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിന് $1.50 എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. ഇപ്പോൾ കറൻറ്റിൽ നമ്മൾ ഒരു പൗണ്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിന് $1.56 ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ $1.56 കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൗണ്ട് കിട്ടും. ആദ്യം $1.50 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പൗണ്ട് കിട്ടും. സോ ഇവിടെ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് പൗണ്ടിൻ്റെ വാല്യൂവിൽ എന്ത് വന്നിട്ടുണ്ട്? അപ്രീസിയേഷൻ വന്നിട്ടുണ്ട് അല്ലേ? പ്രീവിയസിൽ അത് 1.50 ആയിരുന്നു, കറണ്ടിൽ അത് എത്രയായി മാറിയിട്ടുണ്ട്? 1.56 ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ അപ്രീസിയേഷൻ്റെ പെർസെൻറ്റേജ് ആണ് ഇനി നമുക്ക് കാണേണ്ടത്. സോ ദി പൗണ്ട് ഹാസ് അപ്രീഷിയേറ്റഡ് ഫ്രം $1.50 to $1.56. So the amount of pound appreciation is equal to E1 മൈനസ് E0 ഡിവൈഡഡ് ബൈ E0. അപ്പോൾ ഇവിടെ E1 എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് പൗണ്ട് വാല്യൂ ആണ്. കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 1.56 ആണ്, മൈനസ് E0 എന്ന് പറയുന്നത് പ്രീവിയസ് പൗണ്ട് വാല്യൂ ആണ് 1.50. സോ 1.56 മൈനസ് 1.50 ഡിവൈഡഡ് ബൈ 1.50. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.04 ആണ്, അല്ലെങ്കിൽ 4%. സോ ഇവിടെ പറയുന്നത് വാല്യൂ ഓഫ് പൗണ്ട് against dollar has appreciated because the percentage change is positive. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ പൗണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ്ലി ടു ബൈ 1 pound ഇറ്റ് റിക്വയർസ് $0.50. നൗ ഇറ്റ് റിക്വയർസ് $1.56. ദിസ് മീൻസ് ദാറ്റ് ദി വാല്യൂ ഓഫ് ഡോളർ ഹാസ് ഡിപ്രീഷിയേറ്റഡ്. ഡോളറിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പൗണ്ടിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അപ്പോൾ ഫോർകാസ്റ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യുക? ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബിസിനസ് ഡിസിഷൻ ആർ ടേക്കൺ ഓൺ ദി ബേസിസ് ഓഫ് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ ബിസിനസ്സിനകത്തുള്ള ആപ്റ്റ് ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ
ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പൽസറിയാണ്. കാരണം ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് അസോസിയേറ്റഡ് ആണ്. അപ്പോൾ ആ റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോർകാസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യണം. സോ ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന എക്സ്ചേഞ്ച് റേറ്റ്സിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ അത് കറണ്ട് ഒക്കർ ചെയ്യുന്നതാണെങ്കിൽ നമുക്കറിയാം, വി നോ ദാറ്റ് വാട്ട് ഹാപ്പനിങ്. പക്ഷേ ഇത് ഫ്യൂച്ചറിലാണ് ഒക്കർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് എക്സാക്റ്റ് എന്ത് സംഭവിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഫോർകാസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യണം. സോ ഗോൾ ഓഫ് സ്റ്റഡിങ് ദി ബിഹേവിയർ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ടു ബി ആബിൾ ടു ഫോർകാസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ബിഹേവിയർ, അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കുന്നത്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്? അപ്പോൾ ഫോർകാസ്റ്റിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് കറൻസി ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ മൾട്ടിനാഷണൽ എൻ്റർപ്രൈസസ്. അത് അതേപോലെ തന്നെ ആർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, മൾട്ടിനാഷണൽ എൻ്റർപ്രൈസസിന് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദേ റിക്വയർ ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് ഫോർ ഡെവലപ്പിംഗ് ആൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ പോളിസി. അപ്പോൾ അവർക്കൊരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ പോളിസി ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യണം. സോ എന്തൊക്കെയാണ് അതിൻ്റെ നീഡ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഹെഡ്ജിങ് ഡിസിഷൻ വെദർ ടു ഹെഡ്ജ് ഫ്യൂച്ചർ പേയബിൾസ് ആൻഡ് റിസീവബിൾസ് ഇൻ ഫോറിൻ കറൻസീസ്. അപ്പോൾ ഹെഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിസ്ക് മിനിമൈസ് ചെയ്യണം. അപ്പോൾ റിസ്ക് മിനിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഫോർകാസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യണം. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഷോർട്ട് ടേം ഫിനാൻസിങ് ഡിസിഷൻസ് വേർ ടു ഇൻവെസ്റ്റ്, അതായത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഹെൽപ്സ്ഫുൾ ഇൻ ടേക്കിംഗ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് വേർ ടു ബോറോ, നമ്മൾ എവിടെ നിന്ന് കട എടുക്കണം എന്നുള്ളത് ഹെൽപ്പ് ചെയ്യും, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ. അപ്പോൾ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണ്. അപ്പോൾ അത്തരം ഡിസിഷൻസ് എടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ലോങ് ടേം ഫിനാൻസിങ് ഡിസിഷൻസ്. അപ്പോൾ നമ്മൾ ഏത് സോഴ്സിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ അസസിങ് ഏർണിങ്സ്. അപ്പോൾ ഏർണിങ്സ് നമുക്കിപ്പോൾ ഫ്യൂച്ചറിൽ എത്ര എമൗണ്ട് കിട്ടും എന്നുള്ളത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റാ ബേസിൽ എന്ത് ചെയ്യാണ്, പ്രെഡിക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് എത്ര കിട്ടും, ആ ഏർണിങ്സിനെ അസസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ലോങ് ടേം സ്ട്രാറ്റജിക് ഡിസിഷൻസ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ലോങ് ടേം സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുന്നു. സോ ഇത്രയും ഇമ്പോർട്ടൻസ് ആണ് എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റിങ്ങിന് വരുന്നത്. ദ നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റിംഗ്. എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ അല്ലെങ്കിൽ ടെക്നിക്സുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ ഫസ്റ്റ് ടെക്നിക്ക് പറയുന്നത് ടെക്നിക്കൽ അപ്രോച്ച്. Under this method, historical exchange rate are used to predict future values. അപ്പോൾ ടെക്നിക്കൽ അപ്രോച്ചിനകത്ത് ചെയ്യുന്നത് എക്സ്ചേഞ്ച് റേറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഹിസ്റ്റോറിക്കൽ എക്സ്ചേഞ്ച് റേറ്റ്, അതായത് പാസ്റ്റിൽ ഒക്കർ ചെയ്തിരിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റുകൾ യൂസ് ചെയ്യാണ്. ദി ടെക്നിക്കൽ അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ ദി കോമൺ അസംഷൻ ദാറ്റ് ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡൗ തിയറി ഒക്കെ പറയുന്നില്ലേ, മാർക്കറ്റിലെ മൂവ്മെൻറ്റ് പ്രകാരം, അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ടെക്നിക്കൽ അപ്രോച്ച് എന്നുള്ളത് ബേസ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ് സെൽഫ്, ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇൻ മെനി കേസസ് പാസ്റ്റ് മൂവ്മെൻറ്റ്സ് ഗിവ് ആൻ ഇൻഡിക്കേഷൻ എബൌട്ട് മൂവ്മെൻറ്റ്സ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഇവിടെ അവർ പറയുന്നത് നമ്മുടെ പാസ്റ്റ് മൂവ്മെൻറ്റ്സിൻ്റെ ട്രെൻഡ്, അത് അപ്വേർഡ് ട്രെൻഡാണോ അല്ലെങ്കിൽ ഡൗൺവേർഡ് ആണോ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിലുള്ള മൂവ്മെൻറ്റ്സുകൾ പ്രെഡിക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ദെൻ ഈ ഒരു ടെക്നിക്കിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ദിസ് അപ്രോച്ച് ഈസ് ദാറ്റ് ഇറ്റ് കനോട്ട് എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് ഇൻ പ്രിസൈസ് ടേംസ്. പ്രിസൈസ് ടേംസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് പറയാൻ വേണ്ടി സാധിക്കില്ല. ദി വാരിയസ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ ഫോർകാസ്റ്റിംഗ് ഇൻക്ലൂഡ് ചാർട്ടിംഗ് ടെക്നിക്സ്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ചാർട്ടിംഗ് ടെക്നിക്സുകളാണ്. ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്, ദെൻ പോയിൻ്റ് ആൻഡ് ഫിഗർ ചാർട്ട് എക്സെട്ര. അതൊക്കെ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് ടെക്നിക്സിനകത്ത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യുന്ന ടെക്നിക്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, മൂവിങ് ആവറേജ് ആൻഡ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ലൈക്ക് ലീനിയർ റിഗ്രഷൻ എക്സെട്ര. So technical approach is used for short-term forecast and used invariably by speculators. അപ്പോൾ ഇത് സ്പെക്കുലേറ്റേഴ്സ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, കാരണം അവർക്കാണ് ആ ഒരു ട്രെൻഡ് മനസ്സിലാവേണ്ടത്.
ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ അപ്രോച്ചാണ്. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക് വാരിയബിൾസ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റും അതേപോലെ തന്നെ എക്കണോമിക് വാരിയബിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ബേസിലാണ് ഈ ഫണ്ടമെൻ്റൽ അപ്രോച്ച് വരുന്നത്. Thus, under this technique, various set of microeconomic variables are used for forecasting future exchange rate. അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്രോ എക്കണോമിക് വാരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹിസ്റ്റോറിക്കൽ റേറ്റ് അല്ലാതെ വരുന്ന വേരിയസ് സെറ്റ് ഓഫ് മാക്രോ എക്കണോമിക് വാരിയബിൾസ്. Exchange rate are estimated on the basis of changes in economic variables such as money supply, trade balance, the national output, inflation rate, etc. അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് എക്കണോമിക് വാരിയബിൾസിലുള്ള ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം അവിടെ എക്കണോമിക് വാരിയബിൾസിലെ ചേഞ്ച് എന്ന് പറയുന്നത് മണി സപ്ലൈയിലുള്ള ചേഞ്ച് ആവാം, ട്രേഡ് ബാലൻസിലെ ചേഞ്ച്, ദ നാഷണൽ ഔട്ട്പുട്ട്, ഇൻഫ്ലേഷൻ റേറ്റ്, അങ്ങനെയുള്ളതൊക്കെയാണ്. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ഇൻഫ്ലേഷൻ differential is the cause for exchange rate changes and if the rate of inflation in a country A is higher than the country B by 5%. അപ്പോൾ ഇവിടെ ഇൻഫ്ലേഷനിൽ വന്നിരിക്കുന്ന ചേഞ്ചാണ് പറയുന്നത്. കൺട്രി എയിലെയും കൺട്രി ബിയിലെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് കൺട്രി എ ഈസ് ഹയർ ദാൻ ഇൻ കൺട്രി ബി ബൈ 5%. കൺട്രി എ എന്ന് പറയുന്നത് ബിയേക്കാൾ 5% കൂടുതലാണ് ഇൻഫ്ലേഷൻ. ദ വാല്യൂ ഓഫ് കറൻസി ഓഫ് കൺട്രി എ ഇൻ ടേംസ് ഓഫ് കറൻസി ഓഫ് കൺട്രി ബി വിൽ ഡിക്രീസ് ബൈ 5%. If the inflation rate is lower, the exchange rate will appreciate. അതായത് ഇവിടെ പറയുന്നത് ഇൻഫ്ലേഷനും എക്സ്ചേഞ്ച് റേറ്റും എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ആണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ച്. In this technique, the future rate are estimated on the basis of spot and forward rate prevailing in the market and on the expected changes about in market in future. അതായത് ഇവിടെ ഈ ഒരു മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇവിടെ എസ്റ്റിമേഷൻ കണ്ടക്ട് ചെയ്യുന്നത് സ്പോട്ട് അതേപോലെ തന്നെ ഫോർവേഡ് മാർക്കറ്റിനകത്തുള്ള എമൗണ്ടിൻ്റെ ബേസിലാണ്. അവിടെയാണ് അവർ എക്സ്പെക്റ്റഡ് ചേഞ്ച് എത്രയാണ്, ഫ്യൂച്ചറിൽ എത്ര ചേഞ്ച് വരും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പോട്ടിലെയും ഫോർവേഡ് മാർക്കറ്റിലെയും റേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ റേറ്റ് എത്രയായിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ചിനകത്ത് ചെയ്യുന്നത്. സപ്പോസ് $1 ടുഡേ സോൾഡ് ഫോർ ₹70. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് $1 ഇന്ന് നമ്മൾ വിൽക്കുന്നത് 70 രൂപയ്ക്കാണ്. ബട്ട് ഡ്യൂ ടു സം പ്രഷർ ദി ഡോളർ ഈസ് എക്സ്പെക്റ്റഡ് ടു അപ്രീഷിയേറ്റ്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു, ഡോളറിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഡോളറിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ റുപ്പി വാല്യൂ എന്ത് ചെയ്യും, ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇൻ ദി നിയർ ഫ്യൂച്ചർ. ഇഫ് ദി സ്പെക്കുലേറ്റേഴ്സ് have this kind of expectation, they will begin buying the dollar today so that in the near future when the dollar becomes costlier they can sell and thereby make a profit. The spot rate can be used to forecast because it represents the market expectation of the spot rate in near future. അതായത് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ റുപ്പിയും ഡോളറും തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റാണ്. അപ്പോൾ ഇന്നത്തെ ഡോളറിൻ്റെ വില എന്ന് പറയുന്നത് 70 രൂപയാണ്. അപ്പോൾ ചില കണ്ടീഷൻസ് കാരണം അത് എന്ത് ചെയ്തു, 71 മാറി. അപ്പോൾ ഡോളറിൻ്റെ വാല്യൂ എന്ത് ചെയ്തു, അപ്രീഷിയേറ്റ് ചെയ്തു, ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ നിയർ ഫ്യൂച്ചറിൽ സ്പെക്കുലേറ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യാണ് നിയർ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ വാല്യൂ ഇനിയും ഇൻക്രീസ് ചെയ്യും എന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്യാണ്, ബൈ ചെയ്ത് വെക്കും. ഇന്ന് അവരെന്ത് ചെയ്യുക, ബൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, സ്പോട്ട് പ്രൈസാണ്. അപ്പോൾ സ്പോട്ട് പ്രൈസിൽ അവരെന്ത് ചെയ്യും, ബൈ ചെയ്യും. അതായത് ഡോളറിൻ്റെ വാല്യൂ ഇനിയും കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, സെല്ല് ചെയ്യാൻ പറ്റും. അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ സ്പോട്ട് റേറ്റിൻ്റെ ബേസിൽ ഫോർകാസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മിക്സഡ് ഫോർകാസ്റ്റിംഗ് അപ്രോച്ചാണ്. സോ മിക്സഡ് ഫോർകാസ്റ്റിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 3 മെത്തേഡിൻ്റെയും ഒരു ബ്ലെൻഡഡ് ഫോമാണ് മിക്സഡ് ഫോർകാസ്റ്റിംഗ് അപ്രോച്ച്. So the forecasting technique discussed above suffer from one limitation of the other. This means no single forecasting is consistently superior to others. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഓരോറ്റ മെത്തേഡും എന്തല്ല ഒന്നിനേക്കാൾ മെച്ചെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല.
അപ്പോൾ ആ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർകാസ്റ്റർ എന്ത് യൂസ് ചെയ്യുന്നത്, എല്ലാ ടെക്നിക്സിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള മിക്സഡ് ഫോർകാസ്റ്റിംഗ് അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ടെക്നിക് ഈസ് കോൾഡ് മിക്സഡ് ഫോർകാസ്റ്റിംഗ് അപ്രോച്ച്. അണ്ടർ ദിസ് മെത്തേഡ് each of the techniques is given particular weight, the total weight being 1, അതായത് 100% ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിനകത്ത് ചെയ്യുന്നത് നമ്മൾ ഓരോ മെത്തേഡ് പ്രകാരവും എന്ത് ചെയ്യും, എക്സ്പെക്റ്റഡ് റേറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫോർകാസ്റ്റിംഗ് റേറ്റ് എത്രയാണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യും. എന്നിട്ട് അതിനൊക്കെ എന്ത് അസൈൻ ചെയ്ത് കൊടുക്കും, ഒരു വെയിറ്റ് അസൈൻ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഈ വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് കറസ്പോണ്ടിങ് വാല്യൂസിന് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അതിന് എന്ത് ചെയ്യുക, സം ചെയ്യുക. അതായിരിക്കും അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ദി വാല്യൂ ഓഫ് റുപ്പി ആഫ്റ്റർ എ 3-month പീരീഡ് ഈസ് ഫോർകാസ്റ്റഡ് ബൈ ഡിഫറെൻറ്റ് ടെക്നിക്സ് ആക്സ് 70, 71 ആൻഡ് 70.5. If the forecaster assigns weight respectively at 20%, 30% and 50%, the weighted average will be first ഉള്ളത് ചെയ്യേണ്ടത് 70 into 0.2 plus 71 into 0.3 plus 70.5 into 0.5. അത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 70.55 ആയിരിക്കും അവിടുത്തെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അപ്രോച്ചാണ്. ഈ ഒരു മെത്തേഡിനകത്ത് പറഞ്ഞിരിക്കുന്നത് കറൻസി മൂവ്മെൻറ്റ് ബേസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ആയിരിക്കുന്നതാണ്. ദ ലാസ്റ്റ് വൺ മോണിറ്ററി അപ്രോച്ചാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അപ്രോച്ചാണ്. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അപ്രോച്ചിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഡിമാൻഡും സപ്ലൈയും അല്ല കറൻസി മൂവ്മെൻറ്റിനെ ഫിക്സ് ചെയ്യുന്നത്, പകരം എന്താണ്, ഒരു രാജ്യത്തുണ്ടാവുന്ന GNP ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റാണ് അത് ഫിക്സ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു മോണിറ്ററി അപ്രോച്ച് വെൻ ദി GNP ഓഫ് എ കൺട്രി എക്സ്പാൻഡ്സ്, ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ GNP എക്സ്പാൻഡ് ചെയ്താൽ ഇറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട്, അത് എക്സ്പോർട്ടിനകത്ത് ഇൻക്രീസ് ചെയ്യാൻ കാരണമാവുകയും ഇമ്പോർട്ട് എന്ത് ചെയ്യുകയും ചെയ്യും, ഡിക്രീസ് ചെയ്യുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഇറ്റ് അസ്യൂംസ് കോൺസ്റ്റൻറ്റ് മണി സപ്ലൈ ആൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മണി സപ്ലൈ ഉണ്ടാകുകയും ഫുൾ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 6 മെത്തേഡുകളാണ് എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഒന്നും കൂടെ നോക്കുക. ടെക്നിക്കൽ അപ്രോച്ച്, ഫണ്ടമെൻ്റൽ അപ്രോച്ച്, മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ച്, മിക്സഡ് ഫോർകാസ്റ്റിംഗ് അപ്രോച്ച്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അപ്രോച്ച് ആൻഡ് മോണിറ്ററി അപ്രോച്ച്. ഓക്കെ, താങ്ക് യു.